any of a variety of mathematical inequalities, asserting a fundamental limit to ഈ ക്ലാസ്സിലെ ഏറ്റവും പൊക്കം കുറവ് നിനക്കാണെന്നായിരുന്നല്ല പരാതി. അതിപ്പോ തീർന്നിട്ടില്ലേ? എന്താടാ സൈക്കിൾ എവിടെ അത്യാവശ്യമായിട്ട് പഠിക്കണോട്ടാ, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ഓർക്കണം. ചോട്ടിട്ട് നീങ്ങല്ല. ഇന്നെങ്കിലും പോയി സംസാരിക്കണേ. ചെല്ലടാ. പറടാ, പോയി പറ, പോയി പറ, പോയി പറ. പ്രാർത്ഥിക്കണ്ട് ചെല്ലടാ. എന്തോ ചെല്ല്. ആരുമില്ല, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ചെല്ല്. പെണ്ണുങ്ങളാണ് എനിക്ക് പേടി. പോട്ടെ. ഞാൻ താമസിച്ചോ? ഇവനാരാ? കസിനായിരിക്കും അല്ലേ? തെണ്ടി. നീ ആ പെണ്ണിനെ കാണിക്കാനായിട്ടാണെങ്കിലും സൈക്കിള് കയറ്റം പഠിക്കാൻ തീരുമാനിച്ചത് ഏതായാലും നന്നായി. എന്റെ ജോലി കുറച്ച് കുറയല്ലോ. സൈക്കിൾ പഠനം തുടങ്ങി. നേരെ നോക്കി പോടാ. പോയിക്കോ. നമ്മളിടിക്കോ? അയ്യോ, മാനം പോയി. വല്ലം പറ്റിയോ? എന്ത് പറ്റും? നന്ദു വീണതല്ല, ബ്രേക്ക്. ഇനി ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു വഴി കാണുന്നല്ലടാ. ഇനി എന്ത് വഴി കുമാര? നന്ദു, നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ കുമാര കുമാരാന്ന് വിളിക്കരുതെന്ന്. ഐ എം കുമാർ. വെറുതെ മനുഷ്യന്. എടാ, ഒരാഴ്ച കഴിഞ്ഞാൽ സ്കൂൾ അടക്കും. അതിനു മുമ്പെങ്കിലും നീ ഇതിന്റെ കഴിവ് തെളിയിക്കണം. എടാ, ദൈവം ഓരോരുത്തർക്ക് ഓരോരോ കാര്യങ്ങളോട് അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് സൗന്ദര്യം, നിനക്ക് നിന്റെ ശബ്ദം, കണ്ണാടിയൊക്കെ വന്നേക്കണം. ഒരു നാണമില്ലോടി കൂടെ വന്നിട്ട് ഇങ്ങനെ ചതിക്കാൻ. അതിനാവും പോട്ടണല്ലേ. എല്ലാം അടുത്തായിരുന്നു. പിന്നെ ഇനി മേല നീ നിന്റെ തന്തം വെള്ളമൊന്നും പറഞ്ഞോണ്ട് ഈ പറമ്പിൽ കയറിയ രണ്ടിന്റെ കാലിയാൻ വെട്ടും. മനസ്സിലാടാ? വെക്കടാ കൂടം. അല്ലെങ്കിൽ ഇത് കൊണ്ടുവെക്കോ. എന്താടാ നോക്കിയിരിക്കുന്ന? വണ്ടി എടുക്കും.
ഉമ്മടുത്തു. പിച്ച വെച്ച നാള് മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്ന സ്വന്തം പെങ്ങളെ കുറിച്ച് അനാവശ്യം പറയുന്നോടാ. അവള് പ്രേമിച്ചോട്ടറാ, അതിന് നിനക്കെന്നാ? നീ ഇനി അങ്ങനെ കണ്ടു എന്ന് തന്നെ ഇരിക്കട്ടെ. നിനക്കത് എന്നോട് വന്ന് എങ്ങനെ പറയാൻ തോന്നിയടാ? ഞാൻ അവളുടെ അപ്പനല്ലേ? കൂടെ കളിച്ചു കിടന്നിട്ട് അവസാനം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയോണ്ടല്ലോ. സ്വാമി അല്ല എന്തോ അവക്കടെ പഠിത്തം കഴിയട്ടെ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാന്നേ. അവളുടെ ചേട്ടന്റെ സ്ഥാനത്ത് സാമി ഉണ്ടാവണം. എന്നാ പൊക്കോ. തന്തയാണോ? എന്നാടാ തേങ്ങ ഇവിടെ ഉടക്കണോ? വേണ്ട. എന്നാ പൊക്കോ. കഴിഞ്ഞായിരുന്നോ? ഇവിടെ പറഞ്ഞാടാ. എന്താണ്? സോറി. സോറി. How do birds fly? പക്ഷികൾ എങ്ങനെയാ പറക്കുന്നത്? They have wings so they can fly. And strong muscles. And big lungs. And beaks shaped in such a manner so they can cruise through the air. പിന്നെ പക്ഷിയുടെ ചിറകുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുൻവശം ഇങ്ങനെ വളഞ്ഞ് പിന്നിലേക്ക് ചുരുങ്ങി ടിപ്പിച്ചേർന്നിരിക്കും. ഞങ്ങള് എഞ്ചിനീയേഴ്സിന്റെ ഭാഷയിലെ ഈ ഷേപ്പിനെ എയർ ഫോയിൽ എന്ന് വിളിക്കും. എയർ മുറിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോ ചിറകിന്റെ മുകളിലൂടെ പോകുന്ന കാറ്റിന്റെ സ്പീഡ് കൂടും. അപ്പൊ അവിടെ പ്രഷർ കുറയും. താഴെ കൂടെ പോകുന്ന കാറ്റിന്റെ സ്പീഡ് കുറയുമ്പോ മേളിലേക്കുള്ള പ്രഷർ കൂടും. ഈ പ്രഷറാണ്, ഈ ലിഫ്റ്റാണ് പക്ഷികളെ പറത്തുന്നത്. പറക്കാനുള്ള മോഹം മൂത്ത് നിന്നെ പോലെയും എന്നെ പോലെയുള്ള എത്രയോ പ്രാന്തമാർ കയ്യിൽ ചിറക വെച്ച് കെട്ടിയും തുണി വിടർത്തി പിടിച്ച് ഓടിയും എത്രയോ പരീക്ഷകൾ നടത്തി പരാജയപ്പെട്ട് at last Wright brothers in 1903 കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണോ വിമാനം. ജികെ പറക്കില്ലടോ. It's dead. Like where? Sky Blue, my company.
അവനത് ശരിയാക്കി. മനസ്സുണ്ടെങ്കിലേ മാർഗമുണ്ട്. തുടങ്ങിയത് റിമോട്ട് കൺട്രോൾ ടോയ് ഫ്ലൈറ്റ് ഡിസൈനിങ്ങിലാണ്. പണക്കാരുടെ ഹോബി മാഡ്നസ്, കൂടുതലും യൂറോപ്യൻസ്. പിന്നെ അത് മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റ്സ് ആയി, മോസ്റ്റ്ലി ഫ്രം നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ്. മെമ്പർ ഓഫ് റോയൽ എയറോനോട്ടിക്കൽ സൊസൈറ്റി. കമ്പനി ലാഭത്തിലായപ്പോഴാ കൂടെ നിന്നമാരുടെ ഒക്കെ തനി നിറം പുറത്തു വന്നത്. എന്നെ കുടിപ്പിച്ച് കെടുത്തിട്ട് അവന്മാരെ വേറെ കമ്പനി തുടങ്ങി. ഞാൻ സ്കൈ ബ്ലൂ തുടങ്ങാൻ മീരയുടെ പപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 2.5 crores. എല്ലാവരുടെ മുമ്പ് ഞാൻ നാണം കെട്ടവനായിടോ. ഓടി ഒളിക്കാൻ എനിക്ക് ഒറ്റ ഷെൽട്ടർ ഉണ്ടായിരുന്നുള്ളൂ. ദിസ് ഈസ് മൈ ഷെൽട്ടർ. ഈ വീടും പ്ലെജ്ഡാ. ഹൈപ്പോത്തിക്കേറ്റഡ് ടു ബ്ലാ 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 ബാങ്ക്. Everything is lost. I'm a dead man. ഞാൻ ഇന്നേ വരെ നിന്റെ അടുത്ത് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ എല്ലാം അറിഞ്ഞു. ആ ബാങ്ക് മാനേജർ വിളിച്ചായിരുന്നു. അയാൾ കുറെ എന്തൊക്കെയോ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും നല്ലോണം തിരിച്ചു പറഞ്ഞു. ഞാൻ 1 മാസത്തെ ടൈം ചോദിച്ചിട്ടുണ്ട്. ഇല്ലേ എന്താ വെച്ചാൽ ചെയ്തോളാം പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. നീ എന്നോട് പറയാത്തതിന്റെ വിഷമം മാത്രമേ എനിക്കുള്ളൂ. പോട്ടോ. ആക്ച്വലി ക്യാഷിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫണ്ട് ഓഫീസിൽ സ്വപ്നം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നില്ലെങ്കിൽ എന്താ പോട്ടെ നോക്കണം. അമ്മയുടെ മാല ഇപ്പൊ കയ്യിൽ അണിച്ചിട്ട് അമ്മ അടുത്തില്ലാണ്ടാവോ? ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇപ്പൊക്കെ സോൾവ് ആയില്ല, ഇനി എന്തിനാ ടെൻഷൻ? കുമാരാ കുമാരാ, എന്റെ പ്രോഗ്രാമിന്റെ ടൈമിംഗിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ കുമാര. ഞാൻ പറഞ്ഞിട്ടില്ലേ പബ്ലിക്കിന്റെ ഇടയിൽ വെച്ചിട്ട് കുമാര കുമാരാന്ന് വിളിക്കരുതെന്ന്. പിന്നെന്താ വിളിക്കുന്നത്? കുമാരേട്ടാ. അച്ഛന്റെ മോനെ കുന്നത്തെ കയറ്റി വിടാട്ടാ. 9 മണിയായി കഴിഞ്ഞ ചെക്കൻ കുന്തത്തെ കിടന്നുറങ്ങും. പിന്നെ എന്നെ പറഞ്ഞേക്കരുത്. ഒരു കാര്യം ചെയ്യ, തിരുവാതിര കഴിഞ്ഞിട്ട് രാഗിനി ലുട്ടാപ്പി കൂടെ കുന്തത്തെ കയറി വിട്ടോ. മിസ്റ്റർ ദുഷ്യന്തൻ, പരിപാടിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 9:10 മണിയാവും പരിപാടിയോട്. ഇതെന്ത് പരിപാടിയാ? 2 മണിക്കൂറായി ഞാൻ ഈ ഡ്രസ് ഇട്ട് നിൽക്കുന്നേ. അതെ, പരിപാടിയിൽ മാറ്റം വരുത്താൻ പ്രസിഡന്റിന് പൂർണ്ണ അധികാരമുണ്ട്. പിന്നെ ഈ പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെ, പരിപാടിയിൽ മാറ്റം വരുത്താൻ പ്രസിഡന്റിന് പൂർണ്ണ അധികാരമുണ്ട്. പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുന്നത് എനിക്കും ഇഷ്ടമല്ല. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് തന്നെയല്ലേ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത്? അല്ല, ഞാനൊന്ന് അടിവരട്ടെ. അല്ല, താൻ അടിയിൽ ഒത്തിരി വരയ്ക്കണ്ട. അത് തൂത്തുകളയാനും തന്നെ ഒഴിവാക്കാനുള്ള അധികാരം ഈ പ്രസിഡന്റിനുണ്ട്. ഗസ്റ്റ് വരാറായി മാറിയതേ. ഇനി പിന്നെ അടിയാ ബാക്കി കുമാരൻ പുറംകാലിനിട്ട് ഒരു പെടപെടക്കാ വേണ്ടത്. എപ്പം തുടങ്ങാന്ന് പറഞ്ഞാന്ന് അറിയൂ.
അല്ലാന്ന് നിങ്ങൾ ഈ കണ്ണടി വെച്ചിട്ട് അഭിനയിക്കണേ. യൂദാസായി അഭിനയിച്ചപ്പോൾ പോലും ഊരിയിട്ടില്ല. പിന്നെയല്ലേ ഇത് ചന്തൻ ഒഴിക്കടോ. നിങ്ങൾ യേശു ക്രിസ്തുവായിട്ട് അഭിനയിക്കാതിയ ഭാഗ്യം. കണ്ണടി വെച്ച് കുരിശി കിടക്കാൻ നമ്മൾ കാണേണ്ടി വരികയാണ്. റെഡിയായില്ലേ? നീ പോയിട്ട് വാ. എന്ത്? നീ പോയിട്ട് വാ. ആഹാ, എന്നാ ഞാനും മൂടില്ല. സാറാ നീ പോയിട്ട് വാ, എനിക്കൊരു മൂടില്ല. എന്ത് മൂടില്ല? ഒരു സ്ഥലത്തും ഈ മനുഷ്യൻ എന്റെ കൂടെ വരില്ല. എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്ത് പണി? കുറച്ച് നേരം താഴെ പോയിച്ചിട്ട് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ. ഒരു 4 ആള് കൂടുന്ന സ്ഥലത്ത് ഒന്ന് വന്ന് എന്ത് പറ്റും ആൽബി? ഇതെന്നെ മൂട് കളയില്ലേട്ടോ. സാറാ നീ പോയിട്ട് വാ, എനിക്കിപ്പോ വയ്യ. ഇല്ല, കൂടെ വാ. എന്റെ മൂട് കളയില്ലേ, വാ പ്ലീസ് ആൽബി, പ്ലീസ്. ഞാൻ അത് ഫുൾ ഒരുങ്ങിയിരിക്കുകയല്ലേ. വാ ആൽബി പ്ലീസ്, വാ. വരാം. എന്നെ കൂടെ ഒന്ന് പൊക്കോ. നല്ലോട്ടെ. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകും നീ തണുവിൽ. താളം തെറ്റിച്ച് എന്നെ ഇവിടുത്തെ വില നിങ്ങൾ കളയരുത്. സുണ്ണാപ്പി, എടാ താളബോധമില്ലാത്ത കഴുതകളെ, അത് ഞാൻ ഓഫ് ബീറ്റിൽ വിട്ടതല്ലേ. ആശാൻ അടിച്ച ഓഫാടാ. നീ ആശാനെ തെറ്റിക്കല്ലേ? ആശാൻ Ready, 1, 2, 3, start. ഹലോ, ഞാൻ പ്രസിഡന്റ്. റെഡി ആയി തരാ. സുന്ദരന്മാരെ, സുന്ദരികളെ, ദൈവം നിങ്ങൾക്ക് കണ്ണുകൾ തന്നു, കാതുകൾ തന്നു, വായ തന്നു, ബുദ്ധി തന്നു. എന്തിനു വേണ്ടി? ടു ഡു സംതിങ് ക്രിയേറ്റീവായി എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ വായ നോക്കാൻ അല്ല ദൈവം ഇതെല്ലാം നമുക്ക് തന്നത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ബിക്കോസ് വാട്ട് ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് ഐ ആം പോസിബിൾ. സാറിന്റെ ഏറ്റവും പുതിയ സിനിമയിൽ ഒരു പഞ്ച് ഡയലോഗ് പറയോ? അത് ഇംഗ്ലീഷിൽ തന്നെ ആയിക്കോട്ടെ. മലയാളം പോരാ, ഇംഗ്ലീഷ് തന്നെ വേണം അല്ലേ? സാറിന്റെ ഇംഗ്ലീഷ് കേൾക്കാൻ ഒരു പ്രത്യേക സുഖ. Do you know the meaning of justice? Do you know the meaning of intelligence? Do you know the meaning of wisdom? The word intelligence means the capability of a particular person to evaluate, to judge a particular thing in a particular way. Don't play with me. I will show you how to play. ചിരിഞ്ചിവിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. ആകാശത്തൂടെ പറന്നു നടക്കുന്ന പക്ഷേ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ, പണിപ്പാളും. Keep in mind. ഡാഗിനി ലുട്ടാപ്പി കലക്കിട്ടോ എല്ലാരും. അല്ല, ഇത് ഇവിടെ ഞാൻ ഇവിടെ മൊത്തം നോക്കിയല്ലോ. വാഷ്റൂമിൽ പോയതാ. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. വാ. അല്ല നീ പൊക്കോ, ഞാൻ വരാം. എങ്ങോട്ടാ? നീ പൊക്കോ, ഞാൻ വരാം. വന്നില്ലേ? Excuse me. Hi, sir. Hi. I want to meet Mr. Alex Samuel. Just a minute, sir. Come in. എന്താ വൈകിയത്? ട്രാഫിക് ബ്ലോക്ക്. റോഡിൽ തലങ്ങും വിലങ്ങും വാഹനങ്ങളല്ലേ, മനുഷ്യന് വേഗത്തിലൊന്നും നടക്കാൻ പറ്റണ്ടേ? പറഞ്ഞിരുന്നെങ്കിൽ വണ്ടി അയക്കുമായിരുന്നല്ലോ. അത് നടക്കാൻ വയ്യാണ്ടാവുമ്പോ പോരെ. സ്ക്രിപ്റ്റ് എവിടം വരെ? ഫസ്റ്റ് റൈറ്റിംഗ് ഇസ് ഓവർ. ഇനിയും പിടിപ്പത് പണിയുണ്ട്. പച്ചാളം സാറ് പുറകിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് നല്ല എനർജി തോന്നുന്നു. ഇരിക്കേ. ഇനി എന്നെ വിളിച്ചത് എന്തിനാന്ന് പറ. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? നീ പലതും ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായി ഈ സിനിമയിലെ പ്രധാന വേഷം. ഓ പിന്നെ ശ്യാം, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. ശ്യാം നായകനാണെന്ന് പ്രൊഡ്യൂസർക്കും സമ്മതമാണ്. സത്യം? ശ്യാമിന് പറ്റിയൊരു ക്യാരക്ടറാണ്. പക്ഷേ. എന്ത് പക്ഷേ? അല്ല, അത് വേണ്ട അലക്സ്. അലക്സിന്റെ ആദ്യ സിനിമ നല്ലൊരു വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സിനിമയിൽ ആളുകൾ കൂടുതൽ പ്രതീക്ഷിക്കും. അത് നല്ലതല്ലേ? അത്രയും വലിയൊരു ഭാരം എന്റെ തലയിലെടുത്ത് വെക്കേണ്ട അലക്സ്. അറിയപ്പെടാത്ത എന്നെ
ആളുകൾ സ്വീകരിച്ചില്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് അല്ലേ സേഫ്. എനിക്ക് ചെറിയ എന്തെങ്കിലും മതി. പതുക്കെ പതുക്കെ ആളുകൾക്ക് എന്നെ പരിചയമാവട്ടെ. എസ്റ്റാബ്ലിഷ് ചെയ്ത നടന്മാരുടെ എല്ലാ സിനിമകളും വിജയിക്കാറുണ്ടോ? ഈ ക്യാരക്ടർ ഞാൻ ബോധപൂർവം ശ്യാമിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. എഴുതി വന്നപ്പോൾ തെളിഞ്ഞെളിഞ്ഞു വന്ന ശ്യാമിന്റെ മുഖമാണ്. അതിനീ മനസ്സിന്ന് മാറ്റാൻ കഴിയില്ല. ശ്യാമിനത് ഭംഗിയായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട അലക്സ്. നമുക്കൊന്നുകൂടെ ആലോചിച്ച്. ആര് പറഞ്ഞത് പെട്ടെന്നെടുത്ത തീരുമാനമാണെന്ന്? എനിക്ക് ധൈര്യമുണ്ടടാ. മുതിർന്ന ഒരു പ്രിയപ്പെട്ട മകനെ പോലെ, ചെറുപ്പക്കാർ നല്ലൊരു സുഹൃത്തായി, കുട്ടികൾ സ്നേഹമുള്ള ചേട്ടനായി നിന്നെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടടാ. അലക്സ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വേഷമല്ല, ഒരു ജീവിതമാണ് നീ എനിക്ക് തരുന്നത്. എനിക്ക് ഇടയ്ക്കൊക്കെ കാശ് തന്ന് സഹായിക്കുന്നുണ്ടാ ഇപ്പൊ ഈ ഫിലിമിൽ ലീഡ് റോള് കിട്ടിയത്. അലക്സിന് എന്നിലുള്ള വിശ്വാസം കൊണ്ടല്ല. പിന്നെ ഓരോ തവണ കാശ് തരുമ്പോഴും അറിയാതെ എന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവല്ലോ. അങ്ങനെ ദൈവം അലക്സിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതൊക്കെ പോട്ടെ, ട്രീറ്റ് തരുന്ന എപ്പോഴാ? എന്റെ എത്ര ഫ്രണ്ട്സിനെ വിളിക്കണം? 14 രാവിലെയാണ് ഫിലിമിന്റെ പൂജ. വരണമെന്നില്ല, പറഞ്ഞു എന്ന് മാത്രം. ഞാൻ വരും. കുറച്ച് ഫ്രണ്ട്സിനും കൂടെ വിളിക്കും. ചുമ്മാ ഒരു ഗമയല്ലേ. അല്ല, അഡ്വാൻസ് കിട്ടിയോ? അഡ്വാൻസ്? ഈ റോള് കിട്ടിയത് തന്നെ ഭാഗ്യം. എനിക്ക് കാശ് വേണ്ടിട്ടല്ല, പണയം വെച്ച റിങ് തിരിച്ചെടുക്കണ്ടേ. പണയം വെച്ച റിങ്ങോ? അന്ന് കാലത്ത് വരുമ്പോ ആ വിരലൊരു റിങ് ഉണ്ടായിരുന്നില്ലേ? അത് മിസ്സായത് തിരിച്ചു വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് വിചാരിച്ചോ? സിയു, പൂജയിടുന്ന് കാണാം. ടൈം പറഞ്ഞത്. ഇപ്പൊ 10:40 ആയി. ഒരു ഓട്ടോ പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. 4 പേരും കൂടെ ഇങ്ങനെ ഓരോ ഓട്ടോയിൽ കയറുന്നത്. 2 ഓട്ടോ പിടിക്കാനാണെങ്കിൽ മിനിമം 200 രൂപ. ഞാൻ വിചാരിച്ചത് പൂജ നടക്കുന്ന ഹോട്ടൽ തൊട്ടടുത്താണെന്നാ. കാശ് എന്റെ ഉണ്ടായിരുന്നു. കാശ് പലയിടത്തും ഉണ്ട്. റിസർവ് ബാങ്കിലുണ്ട്, അംബാനിയുടെയിലുണ്ട്. അതൊക്കെ നമ്മളെങ്ങനെ എടുത്ത് ചെലവാക്കും? ലേഖയുടെ നടപ്പിന്റെ ഭംഗി കാണാൻ ഇവിടെ ആരുമില്ല. ഓട് ഓട്. ഓ ഭാഗ്യം, ഫംഗ്ഷൻ തുടങ്ങിയിട്ടില്ല. 4-5 പേരെയല്ലേ കാണുന്നുള്ളൂ. 10:30 ആണല്ലോ പറഞ്ഞത്. എനിക്ക് തെറ്റിയോ? ഞങ്ങൾ ശ്യാമിനെ വെയിറ്റ് ചെയ്യായിരുന്നു. പൂജ വേണ്ടെന്ന് വെച്ചു. കേരളത്തിലുള്ള യൂണിയന്റെ ആളുകൾ നമ്മുടെ പടം ബാൻ ചെയ്തു. നടക്കാനിടയില്ലാത്തൊരു പടത്തിന്റെ പൂജ നടത്തിയിട്ട് എന്ത് കാര്യം? എനിക്ക് ഉറപ്പാ സരോജാണ് ഇതിന്റെ പിന്നിൽ. അയാൾ അഭിനയിക്കാണ്ടിരുന്ന പടത്തിൽ വർക്ക് ചെയ്യാമെന്നേറ്റ മുഴുവൻ പേർക്ക് മുഴുവൻ പ്രതിഫലവും കൊടുത്തിട്ട് പുതിയ പടം തുടങ്ങിയാൽ മതി എന്നാ അവന്മാര് പറയുന്നു. എന്ന് വെച്ചാൽ 1.5 കോടിയോളം രൂപ ചുമ്മാ കൊടുക്കാൻ നടക്കുന്ന കാര്യമാണോ അത്? എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. ശ്യാം അപ്സെറ്റ് ആണ്. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ കോളേജിലേക്ക് പോയിക്കോ. ഈ അവസ്ഥയില് ഞാൻ ശ്യാമിനെ തനിച്ചാക്കിയിട്ട്. ഓക്കെ ഓക്കെ. യൂണിയൻ കേരളത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് ചർച്ച എന്ന പ്രഹസനത്തിന്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കാണാം. ശ്യാം എങ്ങനെയാ വന്നത്? ബസ്സിലാണ് സാർ. എവിടെങ്കിലും വിടണോ? വേണ്ട സാർ, സാർ പോയിക്കോളൂ. അലക്സും അല്ലാതെ അപ്സെറ്റാണ്. അതോർക്കുമ്പോഴാണ് വിഷമം. ശാപിക്കപ്പെട്ടവനെ കൂടെ കൂട്ടിയാന്ന് ആശയമുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിക്കരുത് ശ്യാം. പിന്നെ എങ്ങനെ ചിന്തിക്കണം? കുറച്ച് കഴിയുമ്പോൾ അമ്മ വിളിക്കും. പൂജയൊക്കെ ഭംഗിയായി കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ. എല്ലാം മുടങ്ങിപ്പോയെന്നറിഞ്ഞാൽ കരയാൻ തുടങ്ങും. കുറച്ചു കാലമായി അമ്മയ്ക്ക് അതല്ലേ അറിയുള്ളൂ. ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് വെച്ചാൽ അമ്മയോട് ഇത് പറയാൻ പോയത്. വേണ്ടായിരുന്നു. എവിടെയെങ്കിലും പോയി കുറച്ചു നേരം ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ പോകുന്നതും പോവാത്തതും ശ്യാമെന്തിനെ പ്രശ്നമാക്കുന്നത്? ഇതിപ്പോ ലേഖയെ സംബന്ധിക്കുന്ന കാര്യം വല്ലതും ആണോ? ആണോന്ന്? എട്ട് വർഷത്തോളമായി നമുക്ക് തമ്മിലറിയാം.
യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ശ്യാം പാടുന്നതും സമ്മാനങ്ങൾ വാങ്ങുന്നതും കാണാനായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെന്തുകൊണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അന്നൊക്കെ വല്ലപ്പോഴും മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ശ്യാം ചെന്നൈയിൽ പഠിക്കാൻ എത്തിയതിനു ശേഷം മാസങ്ങളോളം തമ്മിൽ കാണാതിരുന്നപ്പോ എനിക്ക് ചെന്നൈയിൽ പഠിക്കണമെന്ന് പറഞ്ഞ് അച്ഛനെ നിർബന്ധിച്ചത് സത്യത്തിൽ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. വല്ലപ്പോഴും ശ്യാമിനെ ഒന്ന് കാണുക, അത് മാത്രം. ശ്യാമിന്റെ വിഷമം എന്റെ വിഷമമാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇതൊന്നും മനസ്സിലാവാതിരിക്കാൻ ഞാൻ ഹൃദയമില്ലാത്തവനല്ല. പക്ഷെ ഇതുപോലെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഓരോ അടികൾക്കും ഇടയിൽ ഉള്ളു തുറക്കാനാവാതെ ഞാൻ കഴിച്ചു കൂട്ടുകയായിരുന്നു. മൊഴികളും മൗനങ്ങളും മിഴികളും